إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور സ്നേഹധരണീയരായ സഹോദരങ്ങളെ സഹോദരിമാരെ സത്യവിശ്വാസികളെ, റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും കഴിവിന്റെ പരമാവധി ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലും കാത്തുസൂക്ഷിക്കണമേ എന്ന് ആമുഖമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ അടിമകളിൽ നമ്മെ ചേർക്കുകയും അങ്ങനെ തന്നെ വിട പറഞ്ഞു പോകുന്ന മഹാഭാഗ്യവാന്മാരിൽ വിജയികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വിവാഹം കഴിഞ്ഞ് 25 വർഷം കഴിഞ്ഞ ദമ്പതികൾ ഒരു കുഞ്ഞിനു വേണ്ടി സുദീർഘമായ പ്രാർത്ഥനകളിലും ചികിത്സകളിലുമായി കഴിച്ചുകൂട്ടുകയാണ്. 25 വർഷത്തെ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഫലമായി, ചികിത്സകൾക്ക് ഫലമായി അല്ലാഹു ആ ദമ്പതിയുടെ ഗർഭാശയത്തിന്റെ അറയിൽ ജീവന്റെ തുടിപ്പിനെ സമ്മാനിക്കുകയാണ്. ചികിത്സയിലൂടെ ഡോക്ടർ പറഞ്ഞത് ഇരട്ട കുട്ടികളാണ് നിങ്ങളുടെ ഭാര്യയുടെ വയറ്റിലുള്ളത് എന്നാണ്. വർഷങ്ങൾക്ക് ശേഷം കുട്ടികളില്ലാതെ കണ്ണീരണിഞ്ഞ് ജീവിച്ച ആ കുടുംബത്തിലേക്ക് സന്തോഷങ്ങൾ തിരിച്ചു വരികയാണ്. ഭാര്യയുടെ പ്രസവം നടന്നു. ഒരു കുട്ടി ആൺകുട്ടിയാണ്, മറ്റൊരു കുട്ടി പെൺകുട്ടിയാണ്. കുടുംബത്തിലേക്ക് ദുഃഖങ്ങൾ വീണ്ടും കടന്നു വന്നത് ആ 2 കുട്ടിയിൽ ഒരു കുട്ടിയുടെ മരണത്തോടെയായിരുന്നു.
കൂടെയുള്ള പെൺകുട്ടി മരണപ്പെട്ടു. പക്ഷെ അള്ളാഹുവിന്റെ വിധി പ്രകാരം ആ ആൺകുട്ടി മിടുക്കനായി വളർന്നു. അവർക്കിടയിൽ കളിച്ചും ചിരിച്ചും സന്തോഷങ്ങൾ പങ്കിട്ടുമെല്ലാം ആ കുട്ടി വളർന്നു. അവൻ പഠനത്തിരക്കിനിടയിൽ അവന്റേതായ അധ്വാനത്തിലൂടെ 10ാം ക്ലാസ്സിൽ SSLCയിൽ ഉന്നതമായ വിജയം നേടി, മുഴുവൻ A+ നേടി. പിന്നീട് അവൻ തുടർന്നുള്ള പഠനങ്ങൾക്ക് വേണ്ടി മെഡിക്കൽ എൻട്രൻസിൽ 1ാം റാങ്ക് നേടി. MBBSലും PGയും എല്ലാം കഴിഞ്ഞു. അവൻ അറിയപ്പെട്ട നല്ല സാലറി കിട്ടുന്നൊരു ഡോക്ടറായി. ജീവിതത്തിന്റെ യാത്രയിൽ ഇനിയൊരു വിവാഹം വേണം. വിവാഹം കഴിഞ്ഞു. വിവാഹം നിശ്ചയിച്ചു. വിവാഹം നിശ്ചയിച്ചത് കുടുംബത്തിൽ തന്നെ പെട്ട മറ്റൊരു ഡോക്ടറാണ്. അങ്ങനെ സന്തോഷത്തിന്റെ സുദിനങ്ങളിലൂടെ കുടുംബം കടന്നു പോകുമ്പോൾ വിവാഹത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വിവാഹത്തിന്റെ 2 ദിവസം മുമ്പ് നവവരൻ മരണപ്പെട്ടു ഒരു ആക്സിഡന്റിലൂടെ. ഇതൊരു പച്ചയായ ജീവിതത്തിലെ അനുഭവം പങ്കുവച്ചതാണ്. മനുഷ്യന്റെ സന്തോഷങ്ങൾക്കും സങ്കടങ്ങൾക്കുമൊന്നും നിത്യതയില്ല എന്നുള്ളതാണ്. അതാണ് ദുനിയാവിന്റെ സ്വഭാവം. പരലോകത്തെ അപേക്ഷിച്ച് ദുനിയാവിനെ തട്ടിച്ചു നോക്കുകയാണെങ്കിൽ സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ജീവിതവും മരണവും എന്ന് പറയുന്നത് അള്ളാഹു അത് സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ നിങ്ങളെ ലിയബ്ലുവകും പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. എന്താണ് പരീക്ഷണം? വലിയ വീട് കയറ്റുന്നവരാരാണ്? സമ്പാദിക്കുന്നവരാരാണ്? ലോകം അറിയപ്പെടുന്ന വ്യക്തിയാകുന്നത് ആരാണ് എന്ന് നോക്കാനല്ല. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങളിൽ ഏറ്റവും നന്നായി പരലോകത്തിനു വേണ്ടി അധ്വാനിക്കുന്നതാരാണ് എന്ന് നോക്കാനാണ് ജീവിതത്തെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. ഇത് മനസ്സിൽ സെറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വേണ്ടപ്പെട്ടവരുടെ മരണത്തിന്റെ വാർത്ത കേട്ടാൽ, ഒരു വലിയ രോഗത്തിന് ഞാൻ അടിമയാണ് എന്നറിഞ്ഞാൽ, വേറെ ഏതെങ്കിലും പരീക്ഷണങ്ങളിൽ പെട്ടുപോയി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, തിരമാലകൾ സമാനം പരീക്ഷണങ്ങൾ ജീവിതത്തിന്റെ നെഞ്ചിന്റെ നേരെ വന്നാലും അവർക്ക് പരലോകത്തെ ഉദ്ദേശിച്ച് ക്ഷമിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡോക്ടറുടെ കഥ ജീവിതം അത്രയുള്ളൂ. അവൻ കണ്ണിൽ എണ്ണയൊഴിച്ച് പഠിച്ചുണ്ടാക്കിയ ആ ഡോക്ടറുടെ കടലാസ് അവന്റെ മരണത്തോടെ ഇനി എന്തിനു പറ്റും? ദുനിയാവിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്ന സകലതിന്റെയും ഗ്യാരണ്ടി അത്രയുള്ളൂ കൂട്ടരെ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നമാ മസലുൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിന്റെ ഉപമ ഇതുപോലെ മാത്രമാകുന്നു മനുഷ്യരെ. ഏതുപോലെയാണെന്നറിയുമോ? കമാഇൻ അൻസൽനാഹു മിനസ്സമാ, ആകാശത്തിന്റെ വിരിമാറിൽ നിന്ന് ഞാൻ നിങ്ങൾക്കിതാ വെള്ളമിറക്കി തന്നിരിക്കുന്നു. ആ വെള്ളമിറക്കുന്നതിലൂടെ ഫഖ്തലത ബിഹി നബാതുൽ അർള് മിമ്മാ യഅകുലുൻ നാസു വൽ അൻആം. ഓരോ വരികളും ശ്രദ്ധിക്കണം. ആ മഴ മൂലം നിങ്ങൾക്കും നിങ്ങളുടെ കാലികൾക്കും ഭക്ഷിക്കാനുള്ള സസ്യങ്ങൾ ഇതാ ഭൂമിയിൽ ഞാൻ നിങ്ങൾക്ക് മുളപ്പിച്ചു തരികയാണ്. ഹത്താ ഇദാ അഖദത്തിൽ അർളു സുഖറുഫഹാ വസയ്യനത്, അങ്ങനെ ഭൂമി അതിന്റെ അലങ്കാരമണിയുകയാണ്. ചെടികൾ മുളക്കുന്നതിലൂടെ, സസ്യങ്ങൾ മുളക്കുന്നതിലൂടെ ഭൂമി അതിന്റെ അലങ്കാരമണിയുകയാണ്. അത് അഴകാർന്ന രൂപത്തിലാവുകയാണ്. എന്നിട്ട് നമ്മുടെ റബ്ബ് പറഞ്ഞത് നോക്കൂ നിങ്ങൾ, വളന്ന അഹ്ലുഹാ അന്നഹും ഖാദിറൂൻ
അവയൊക്കെ കരസ്ഥമാക്കുവാൻ വേണ്ടി, നേടിയെടുക്കുവാൻ വേണ്ടി, കൊയ്തെടുക്കുവാൻ വേണ്ടി തങ്ങൾക്ക് കഴിയുമാറായി എന്ന് അതിന്റെ ഉടമസ്ഥർ വിചാരിക്കുകയും ചെയ്താൽ, അലൈഹ അതാഹ അംറുനാ ലൈലൻ ഔ നഹാറാ ഫജഅൽനാഹാ ഹസീദൻ കല്ലം തഅൻ ബിൽ അംസ്. ഒരു രാത്രിയോ പകലോ നമ്മുടെ കൽപ്പനയതാ കൃഷിയിടങ്ങളിലേക്ക് വന്നിറങ്ങുകയാണ്. ഒരു രാത്രിയോ പകലിലോ ആയി അവർ അത്ഭുതപ്പെടുത്തിയുണ്ടാക്കി അലങ്കാരമണിയിച്ച ചെടികളും സസ്യങ്ങളുമുണ്ടല്ലോ, തലേ ദിവസം അതവിടെ ഉണ്ടായിരുന്നോ എന്ന് പോലും തോന്നാത്ത രൂപത്തിലതാ അള്ളാഹുവിന്റെ ശിക്ഷകളതാ ഉന്മൂലന നാശത്തിലൂടെ കടന്നു വരികയാണ്. എന്തിനാണ് ബുദ്ധിയുള്ളവരോട് ഈ വചനം അല്ല പറഞ്ഞത്? തുടർന്നല്ല പറയുന്നു, കദാലിക നുഫസ്സിലുൽ ആയാതി ലിഖൗമി യതഫക്കറൂൻ. ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി അപ്രകാരം ഞാനിതാ തെളിവുകൾ നിരത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഐഹിക ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഉപമയാണ് ഈ വചനത്തിലൂടെ അല്ല പറഞ്ഞത്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥമെന്നറിയുമോ? ഒന്നുകൂടി വിശദീകരിച്ചു തരാം. ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. ആ മരണത്തിന്റെ സമയത്തിന് പ്രിയപ്പെട്ടവരെ ഭൂമിയിലേക്ക് ഗർഭാശയത്തിൽ നിന്ന് വരണമെന്നില്ല. ഇനി ഗർഭാശയത്തിൽ നിന്ന് വന്നിട്ട് മുലകൂടി പ്രായം കഴിയണമെന്നില്ല. ആ മുലകുടി പ്രായം കഴിഞ്ഞിട്ട് അതാ പിച്ച വെച്ച് നടക്കുന്ന സമയം കഴിയണമെന്നില്ല. ആ സമയം കഴിഞ്ഞിട്ട് അതേ യുവത്വത്തിലേക്ക് പ്രവേശിച്ച് യുവത്വം കഴിയണമെന്നില്ല. വാർദ്ധക്യത്തിലേക്ക് എത്തണമെന്നില്ല. അതിന്റെ മുന്നേ തന്നെ ദുനിയാവിന്റെ വിഷയത്തിൽ തീരുമാനം കടന്നുവരാം. എത്രയോ യുവാക്കളാണ്, സഹോദരങ്ങളാണ് പെട്ടെന്ന് മൺമറഞ്ഞു പോകുന്നത്. പക്ഷേ അവരെക്കാൾ വയസ്സായവരതാ ഭൂമിയിൽ ഇന്നും നിലനിൽക്കുകയാണ്. ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലെല്ലാം ദൃഷ്ടാന്തമുണ്ടെന്നാണ് ആ വചനത്തിന്റെ ഉദ്ദേശത്തിലൂടെ അല്ല പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള മുഅ്മിനീങ്ങളെ, അമിതമായ പ്രാധാന്യം ദുനിയാവിന് ഈ സംസാരിക്കുന്ന ഞാനും നിങ്ങളും നൽകണ്ട കേട്ടോ. അതിനുവേണ്ടി അനശ്വരവും അത്യുത്തവുമായ പരലോക ജീവിതം നഷ്ടപ്പെടുത്തണ്ട കേട്ടോ. അതിനു വേണ്ടിയാണ് ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാം അധ്വാനിച്ചത്. സൽക്കർമ്മങ്ങളായി ലോകത്ത് വെച്ച് എന്താണോ നമ്മൾ ചെയ്യുന്നത് അതിനു മാത്രമേ നിലനിൽപ്പുള്ളൂ. അത് മാത്രമേ യഥാർത്ഥ ഫലം കൊയ്തെടുക്കാൻ നാളെ കഴിയുകയുള്ളൂ. ദുനിയാവിന് വേണ്ടി ചെയ്തതൊക്കെ ഇവിടത്തേക്ക് വേണ്ടിയാണ്. പരലോകത്തിന് വേണ്ടി ചെയ്തതെന്താണോ അത് മാത്രമേ നാളെ കൊയ്തെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഞാനല്ല പറഞ്ഞത്. നമ്മളെ സൃഷ്ടിച്ചവനായ റബ്ബ് പറയുന്നു, മാ ഇൻദകും യൻഫദ്, മാ ഇൻദകും യൻഫദ്. മനുഷ്യ മക്കളെ, നിങ്ങളുടെ കരങ്ങളിൽ എന്തെല്ലാം നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ടോ അതെല്ലാം തീർന്നു പോകുന്നതാണെന്നാണ് അല്ലാഹ് പറയുന്നത്. എന്നാൽ അതേ ആയത്തിന്റെ ബാക്കി എന്താണ് അല്ലാഹ് പറഞ്ഞത്? വമാ ഇൻദല്ലാഹി ബാഖ്. അല്ലാഹുവിന്റെ പക്കൽ എന്തെല്ലാമുണ്ടോ അത് മാത്രമേ ബാക്കിയാവുകയുള്ളൂ എന്നും വിശുദ്ധ ഖുർആനിലെ അൻആമിന്റെ സൂറത്തു നഹ്ലിന്റെ 96 അല്ലാഹ് പറയുന്നു. ഒന്നിനും നിലനിൽപ്പില്ല, എല്ലാം ക്ഷണഭംഗുരങ്ങളാണ്, പെട്ടെന്ന് അവസാനിച്ചു പോകുന്നതാണ്. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമലാ. ഈ ആയത്ത് കേട്ട ഒരുത്തൻ എങ്ങനെയാണ് മക്കൾക്ക് വേണ്ടി ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കാൻ കഴിയുക? ഈ ആയത്ത് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് സമ്പത്തിന് വേണ്ടി മാത്രം ഓടി നടക്കാൻ കഴിയുക? അല്ലാഹ് പറഞ്ഞതെന്താണിവിടെ? നിങ്ങളുടെ സ്വത്താകട്ടെ സന്താനങ്ങളാകട്ടെ അതെല്ലാം സീനത്തുൽ ഹയാത്തിദ് ദുനിയാ, ഈ ദുനിയാവിന്റെ സീനത്താണ്, ഈ ദുനിയാവിന്റെ അലങ്കാരങ്ങളാണ്. ചിന്തിക്കുന്ന മനുഷ്യ, നീ അറിഞ്ഞോ എന്ന് റബ്ബ് പറയുകയാണ് നമ്മളോട്. വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമലാ. എന്നും ഈ ദുനിയാവിൽ ബാക്കിയാകുന്നത്
എന്നും ഈ ദുനിയാവിൽ നിലനിൽക്കുന്നത് എന്തുമാത്രമാണെന്നറിയുമോ? നിങ്ങൾ അല്ലാഹുവിന്റെ പരലോകത്തിന് വേണ്ടി ചെയ്ത നന്മകൾ എന്താണോ ആ നന്മകൾ മാത്രമേ നമ്മുടെ കൂടെയുണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അവിടെയാണ് പണ്ഡിത ശ്രേഷ്ഠന്മാർ പറഞ്ഞത്, ആദമിന്റെ മക്കളുടെ ജീവിതം 4 ഘട്ടങ്ങളാണ്. മനുഷ്യരുടെ എല്ലാം ജീവിതം, അതിനി സമ്പന്നരാകട്ടെ, ഏത് രാജ്യക്കാരാകട്ടെ, ഏത് നിറമുള്ളവരാകട്ടെ, പാവപ്പെട്ടവരാകട്ടെ, കുബേരനാകട്ടെ, കുചേലനാകട്ടെ, ആരാകട്ടെ, ഏത് മനുഷ്യരുടെയും ജീവിതത്തിന് 4 ഘട്ടങ്ങളാണുള്ളത്. ശ്രദ്ധിക്കണേ, ആ 4 ഘട്ടങ്ങളിൽ ഒന്നാമത്തെ ഘട്ടം ഏതാണെന്നറിയുമോ? ഗർഭധാരണം നടത്തുന്നത് മുതൽ പ്രസവം വരെയുള്ള ഘട്ടമാണ് ഒന്നാമത്തെ ഘട്ടം. ഞാനും ഈ സംസാരം കേൾക്കുന്ന ഈ ബുദ്ധിയുള്ള ഓരോ വിശ്വാസികളും അത് താണ്ടിക്കഴിഞ്ഞു കേട്ടോ. രണ്ടാമത്തെ ഘട്ടമെന്ന് പറയുന്നത് ജനനം മുതൽ മരണം വരെയുള്ളതാണ്. ആ പറയപ്പെട്ടതിൽ ജനനം നമ്മൾ ഇതാ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണം അനതിവിദൂരമാകാത്ത രൂപത്തിൽ നമ്മളിലേക്ക് വരാനിരിക്കുകയാണ്. മൂന്നാമത്തത് ഏതാണെന്നറിയുമോ? മരണം മുതൽ ലോകാവസാനം വരെയുള്ള സമയമാണ്. മരണത്തോടുകൂടി പിന്നെ ലോകാവസാനത്തിലേക്കൊരു കാലയളവുണ്ട്. അതാണ് മൂന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത്. നാലാമത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളിൽ നിന്ന് പണ്ഡിതന്മാർ പറയുകയാണ്, ലോകാവസാനം മുതൽ അനന്തമായി ഒരിക്കലും അവസാനിക്കാത്ത കാലഘട്ടമാണ്. ഈ സമയങ്ങളിലൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് താണ്ടിക്കടക്കാൻ പോകുകയാണ്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഈ ഐഹിക ജീവിതം പരീക്ഷണത്തിന് വേണ്ടിയാണെന്ന് നേരത്തെ ഞാൻ ഓതിക്കേൽപ്പിച്ച വചനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയത്. അതുകൊണ്ട് തന്നെ പരലോകത്തേക്കുള്ള യഥാർത്ഥ അധ്വാനം അധ്വാനിക്കുക തന്നെ വേണം. അതെങ്ങനെയാ അധ്വാനിക്കേണ്ടത്? എങ്ങനെങ്കിലും അധ്വാനിച്ചാൽ മതിയോ? സമയം കിട്ടുമ്പോ ഇന്നിപ്പോ ലീവാണ്, ഇന്നിപ്പോ കാര്യമായിട്ട് പണിയൊന്നുമില്ല, അതുകൊണ്ട് അവിടെ ഒരു ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ദഅവ സംരംഭമുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് കയറുന്ന് പോകാം. അങ്ങനെയല്ലല്ലോ. ഇസ്ലാം പഠിപ്പിച്ചത് ത്യാഗം ചെയ്യാനാണ്. ത്യാഗം ചെയ്യാത്തവർക്ക് സ്വർഗ്ഗമില്ല എന്നാ. എപ്പോഴാ ത്യാഗാവുക? നമ്മളെ തിരക്കുകളൊക്കെ ഒന്നും കൂടി ഷെഡ്യൂൾ ചെയ്ത് നന്മക്ക് സമയം കണ്ടെത്തുമ്പോഴെ ത്യാഗാവുക. ഇന്ന് ഞാൻ ഫ്രീ ആണ്, അത് ത്യാഗമല്ല. അല്ലെങ്കിൽ നമ്മൾ എന്ത് ത്യാഗ ചെയ്യണത്? ഖബ്ബാബുമാർ അനുഭവിച്ച ത്യാഗം നമ്മൾ ചെയ്യുന്നുണ്ടോ? ശരീരത്തിൽ കൽക്കരി കത്തിച്ചുകൊണ്ടതിൽ മലർത്തിക്കിടത്തിയ ഖബ്ബാബുമാരില്ലയോ? അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള മുതുകിലതാ കുഴികൾ പ്രത്യക്ഷപ്പെട്ടില്ലയോ? ഖബ്ബാബ് ഇസ്ലാമിലേക്ക് 6ാമതായി കടന്നു വന്ന സഹാബിയാണ്. ഖബ്ബാബ് റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് ഓടി വന്നുകൊണ്ട് പറയുന്നു, നബിയേ മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് നബിയെ അല്ലാഹുവിന്റെ സഹായം? കണ്ടോ നബിയെ, എന്റെ മുതുകിലതാ കൽക്കരി കത്തിക്കുകയാണ് സുലാഫത്ത് എന്ന് പറയുന്ന പെണ്ണിന്റെ കിങ്കരന്മാർ. എന്തിന് ഞാൻ മുസ്ലിമായി എന്നുള്ളതിന്റെ പേരിലാണ്. ഞാൻ ആ തീയിൽ നിന്ന് എണീക്കാതിരിക്കാനായിരിക്കാം നബിയെ എന്റെ നെഞ്ചിൽ 2 പേർ കയറി നിന്നത്. ഞാൻ ആലോചിക്കുന്നത് മുത്തുനബിയെ, എന്റെ ശരീരത്തിൽ നിന്ന് ആ രക്തവും നീരും ഒലിച്ചിറങ്ങിയിട്ടാകാം ഒരുപക്ഷേ സുലാഫത്തിന്റെ കിങ്കരന്മാർ കത്തിച്ച തീയണഞ്ഞു പോയത്. ഹബീബായ പ്രവാചകൻ കഅബയുടെ മൂലയിൽ മുതുക് ചാരിയിരിക്കുകയായിരുന്നില്ലേ? സമാധാനിപ്പിച്ചതെങ്ങനെയാണെന്നറിയുമോ? അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, ചുളിവിലൂടെ സ്വർഗത്തിലേക്ക് പോകാമെന്ന് ബുദ്ധിയുള്ളവരെ നിങ്ങളാരും വിചാരിക്കണ്ട. ത്യാഗം ചെയ്യാതെ സ്വർഗത്തിലേക്ക് പോകുമെന്ന് നിങ്ങളാരും വിചാരിക്കണ്ട. നിങ്ങളുടെ മുൻഗാമികൾ ക്ഷമിച്ചവരാണ്. അവർ കിടകിട വിറപ്പിക്കപ്പെട്ടവരാണ്. പീഡനങ്ങളുടെ നെരിപ്പോടുകളിലൂടെ കടന്നുപോയവരാണ്. എത്രത്തോളമാണ് നബി അവരെ സമാധാനിപ്പിച്ചതെന്നറിയുമോ? അവരെ ഈർച്ചവാൾ കൊണ്ട് 2 കഷ്ണങ്ങളാക്കിയ നബിമാര് കഴിഞ്ഞുപോയി. അതൊക്കെ അപേക്ഷിച്ചു നോക്കുമ്പോൾ ഈ ഞാനും നിങ്ങളും ചെയ്യുന്നത് ത്യാഗമാണോ? ഒരിക്കലുമല്ലല്ലോ പ്രിയപ്പെട്ടവരെ. ബിലാൽ എന്ന് പറയുന്ന നമ്മുടെ നേതാവിനെ ഓർക്കുമ്പോ മുസ്ലിമായതിന്റെ പേരിലല്ലേ നെഞ്ചിൽ പാറക്കല്ല് കയറ്റിവെച്ചത്? ആ ബിലാലിന്റെ ശരീരത്തിൽ നിന്നല്ലേ വസ്ത്രങ്ങൾ ഊരിയെടുത്തത്? ആ ബിലാലിന്റെ കഴുത്തിലല്ലേ കയറ് കെട്ടിയത്? ആ ബിലാലിന്റെ കഴുത്തിൽ കെട്ടിയ കയറല്ലേ കുതിരയുടെ കാലിൽ കെട്ടിയത്?
ആ കുതിരയല്ലേ ഓടിച്ചുവിട്ടത്? ബിലാലിന്റെ ശരീരത്തിൽ നിന്ന് നമ്മൾക്കൊക്കെ അനുഭവിക്കാവുന്ന വേദന അനുഭവിക്കുമ്പോ ബിലാലിനോട് ഉമയ്യത്ത് എന്ന് പറയുന്ന ശപിക്കപ്പെട്ടവൻ പറഞ്ഞതെന്താണെന്നറിയുമോ? വിളിക്കടാ ലാത്തയെ, വിളിക്കടാ ഉസ്സയെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിലാലിനെ പീഡിപ്പിച്ചത്. പക്ഷേ നമ്മുടെ നേതാവിന്റെ വായിൽ നിന്ന് റബ്ബിനെ അല്ലാതെ വിളിച്ചില്ലല്ലോ. ഇങ്ങനെ അങ്ങ് നോക്കിയാൽ എത്രയെത്ര ത്യാഗങ്ങളുടെ കഥകളുണ്ട് കൂട്ടരെ നമ്മുടെ മുന്നിൽ. പക്ഷേ നമ്മൾക്ക് എവിടെയാണ് സമയം? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. 5 നേരത്തെ നിസ്കാരം കഴിഞ്ഞാൽ എല്ലാമായോ? സക്കാത്ത് കൊടുത്താൽ എല്ലാമായോ? അതുപോലെ തന്നെ കുടുംബത്തിന് വേണ്ട അന്നമങ്ങ് നേടിക്കൊടുത്താൽ എല്ലാമായോ? അവിടെയാണല്ലോ നമ്മളോട് പറഞ്ഞത്, മൻകാന യുരീദുൽ അജില, ക്ഷണികമായ ഈ ദുനിയാവിനെയാണോ നിങ്ങൾ ആരെങ്കിലും പിരിശം വെക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നത് ഈ ക്ഷണികമായ ദുനിയാവിനെയാണോ? എങ്കിൽ അജ്ജൽനാലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്, എങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നവർക്കത് തരാം, അതൊന്നും കുഴപ്പമില്ല. ദുനിയാവിലെ സമ്പത്തിന്റെ അളവ് നോക്കിയിട്ടല്ല അവൻ ധന്യനാണോ ധന്യനല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. പിന്നെയോ അവൻ പരലോകത്തിന് വേണ്ടി കൃത്യമായി ഹാർഡ് വർക്ക് ചെയ്യുന്നവനാണോ എന്നുള്ളതാണ് പ്രധാനം. അല്ല പറയാണ്, ഓൻ എന്താണോ ദുനിയാവിൽ ആഗ്രഹിക്കുന്നത് അത് ഞാൻ അവന് കൊടുത്തേക്കാം. പക്ഷേ റബ്ബ് പറയുന്നു നമ്മളോട്, ثم جعلنا له جهنم يصلاها مذموما مدحورا. പിന്നെ നാം അങ്ങനെയുള്ളവന് നൽകുന്നത് എന്താണെന്നറിയുമോ? പരലോകത്ത് അവന്റെ കൈകൾ ശൂന്യമാണ്. ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അവനിൽ ഞാൻ കാണുന്നില്ല. അതുകൊണ്ടവൻ നിന്ദ്യനായ നരകത്തിന്റെ തീജ്വാലകളിലേക്ക് പ്രവേശിക്കുമെന്ന് നമ്മുടെ റബ്ബ് പറയുമ്പോ അതിന്റെ സമയമാണ് കൂട്ടരെ കഴിഞ്ഞു പോകുന്നത്. മാസങ്ങളായി വർഷങ്ങളായി ചെറുവത്തൂരിന്റെ അറിയപ്പെട്ട ടൗണിലുള്ള ആ മൊബൈൽ ഷോപ്പിലേക്ക് എന്നും പോകുന്ന ഒരു പ്രിയപ്പെട്ട യുവാവല്ലയോ? പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ പരിചയമുള്ളൊരിടത്ത് വെച്ചുകൊണ്ട് അവനെന്നും രാവിലെ പോകുമ്പോൾ കാണുന്ന അതേ ബസ് തന്നെ അവന്റെ ബൈക്കിലിടിച്ചുകൊണ്ട് അവൻ മരണപ്പെടുമ്പോ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചുവോ? ആ പ്രിയപ്പെട്ട യുവാവ് എന്ന് പറയുന്ന ആ സഹോദരനുണ്ടല്ലോ, അവൻ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകാൻ സമയമായോ? അവനിനി അനുഭവിക്കാനുള്ള ലോകമാണ്. അവനിനി നമസ്കരിക്കണ്ട, അവനിനി അതാ അമലുകൾ ചെയ്യണ്ട, അവനിനി ചെയ്തതിനുള്ള അനുഭവത്തിന്റെ ലോകത്തേക്കുള്ള യാത്രയാണ്. അതുകൊണ്ട് പരസ്പരമുള്ള വിദ്വേഷങ്ങൾ മറന്നുകൊണ്ട്, പരസ്പരമുള്ള കുറവുകൾ മറന്നുകൊണ്ട്, അല്ലാഹു സൃഷ്ടിച്ച ആദമിന്റെ സന്തതികളല്ലയോ എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് നന്മയിൽ മുന്നേറാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അവിടെയാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞത്, വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിനുൻ. നിങ്ങൾ ആരെങ്കിലും നാളെ വരാനിരിക്കുന്ന പരലോകമാകുന്ന അനന്തമാകുന്ന ആ ലോകമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ, നിങ്ങൾ അതിൻ്റെതായ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കണമെന്ന് അള്ളാഹ് നമ്മളോട് പറയുമ്പോ ഇതൊക്കെ എത്രയോ തവണ വർഷങ്ങളായിട്ട് ഇരിക്കുന്ന ആളുകളുടെ കർണപുടങ്ങളിൽ വന്നൊലച്ച ആയത്തുകളാണ്. പക്ഷെ എന്തിനത് കേൾപ്പിക്കുന്നത്? ചില സമയങ്ങളിൽ ഞാനും നിങ്ങളതൊക്കെ മറന്നു പോകാൻ, നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകുന്നുണ്ട് പല സമയങ്ങളിലും. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുക. അള്ളാഹിനെ കണ്ടുമുട്ടാനും അവന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്ന ദിവസത്തെയും ആഗ്രഹിക്കുന്നവർ ആരാണോ അവർക്ക് ഞാൻ 2 സ്വർഗം കൊടുക്കുന്ന അള്ളാഹ് പറഞ്ഞു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലേ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അള്ളാഹുവിന്റെ മുന്നിലും ചെന്ന് നിൽക്കുന്ന ദിവസത്തെ ഭയപ്പെടുന്നവരാരാണോ അവർക്ക് നാം 2 സ്വർഗങ്ങളാണ് കൊടുക്കുന്നത്. ഏതാണ് ആ 2 സ്വർഗങ്ങൾ എന്നറിയുമോ? ഒന്ന് ഖബർ എന്ന് പറയുന്ന ലോകത്തുള്ള സ്വർഗമാണ്. രണ്ടാമത്തെ സ്വർഗം എന്ന് പറയുന്നത് നാളെ വരാനിരിക്കുന്ന യാഥാർത്ഥ്യത്തിലുള്ള സ്വർഗമാണ്. ഖുർആൻ വീണ്ടും ഇടപെട്ടില്ലേ, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറളൂ ബിൽ ഹയാത്തിദ് ദുനിയ.
റഹ്മാനായ റബ്ബിന്റെ സംസാരമാണ് കൂട്ടരേ ഇത്. എന്താണ് അല്ലാഹ് പറഞ്ഞത്? ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറളൂ ബിൽ ഹയാത്തിദ് ദുനിയാ. നമ്മെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാത്തവർ ആരാണോ, എവിടേക്ക് അള്ളാഹുവിനെ മറന്നു പോയാലും അത് ഹറാമുകൾ ചെയ്തുകൊണ്ടാകാം, അധർമ്മങ്ങൾ ചെയ്തുകൊണ്ടാകാം, അതുപോലെ തന്നെ റബ്ബ് തന്നെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാകാം, അവന്റെ റസൂലിനെ കളവാക്കിയിട്ടാകാം, എങ്ങോട്ട് നീ വഴിദൂരം തെറ്റിപ്പോയാലും അള്ളാഹുവിന്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നൊരു സമയമുണ്ട്. എന്നെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കാത്തവർ ആര് തന്നെയായാലും എന്നിട്ട് ആ അള്ളാഹുവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്ന നൃത്തത്തെ ആഗ്രഹിക്കാതെ വറളൂ ബിൽ ഹയാത്തിദ് ദുനിയാ, ഈ ദുനിയാവിന് വേണ്ടി ഏറെ പ്രാധാന്യം കൊടുത്ത് തൃപ്തിയടയുകയും ചെയ്യുന്നവരാരാണോ, അല്ലാഹ് ഒരു വാക്ക് കൂടി പ്രയോഗിച്ചു, വത്മഅന്നൂ ബിഹാ, അവർ ആ ദുനിയാവിൽ സമാധാനമടയുകയും ചെയ്തവർ ആരാണോ, വീടായി, കുടുംബമായി, മക്കൾക്ക് ജോലിയായി, വാഹനമായി, എല്ലാമായി, നല്ലൊരു കുടുംബമായി, അങ്ങനെ ദുനിയാവിന് സമാധാനമടഞ്ഞ് ജീവിക്കുന്നവരാരാണോ അവന് നല്ലൊരു അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള രംഗങ്ങളിലേക്കൊന്നും അവനെ കാണുന്നില്ല. അവൻ വിചാരിച്ചതെന്താ? എനിക്കൊരു നല്ല കുടുംബം കിട്ടിയത്, എനിക്കൊരു നല്ല സൗധം പണിയാൻ കഴിഞ്ഞത്, എന്റെ മക്കളൊക്കെ നല്ല നിലവാരത്തിലെത്തിയത് അല്ലാഹ് എന്നെ തൃപ്തിപ്പെട്ടത് കൊണ്ടാണെന്നാണ്. പക്ഷെ അല്ലാഹ് പറയുന്നു എന്ത്? വല്ലദീനഹും അൻ ആയാതിനാ ഗാഫിലൂൻ, അവൻ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് അശ്രദ്ധനായി ജീവിക്കുന്നവനാണ്. അത്തരം ആളുകൾക്ക് അല്ലാഹ് കൊടുക്കുന്ന സന്തോഷ വാർത്ത എന്താണെന്നറിയുമോ? ഉലൈക മഅവാഹുമുന്നാർ, അവരുടെ സങ്കേതം സ്വർഗമാണെന്നല്ല നരകമാണ്. ഓരിമുക്കിലുള്ള മുസ്ലിമീങ്ങളെ, അടുത്ത വെള്ളിയാഴ്ച ഇത് പറയാൻ ഞാനുണ്ടാകുമോ, ഇത് കേൾക്കാൻ നിങ്ങളുണ്ടാകുമോ എന്നൊന്നും പറയുക ഗ്യാരണ്ടിയില്ല, കാര്യമല്ലല്ലോ. അതുകൊണ്ട് നമ്മളൊക്കെ ശക്തമായി ആലോചിക്കുക. എന്ത്? ഈ പോക്ക് സ്വർഗത്തിലേക്കുള്ള പോക്കാണോ അതല്ല നരകത്തിലേക്കുള്ള പോക്കാണോ? ഇപ്പോഴും പലർക്കും പലരോടും വിദ്വേഷമാണ്, ഇപ്പോഴും പലർക്കും പലരോടും അസൂയയാണ്. കണ്ടാൽ അവർക്ക് പറയാൻ ഒന്ന് ചിരിക്കാൻ കഴിയുന്നില്ല, ഒന്ന് കൈകൊടുക്കാൻ കഴിയുന്നില്ല, കുറ്റം പറഞ്ഞ് കുറവുകൾ പറഞ്ഞു നടക്കുകയാണ്. പരലോകത്തെ ഓർത്തുകൊണ്ട് മറന്നുകൂടെ? പരലോകത്തെ ഓർത്തുകൊണ്ട് മറന്നുകൂടെ? അവിടെയാ പണ്ഡിതന്മാർ നമ്മോട് പറഞ്ഞത്, അൻതലാ തസ്അൽ മതാ തമൂത്ത്, നീ എപ്പോഴാ മരിക്കുക എന്ന് നീ അന്വേഷിച്ച് നടക്കണ്ട, അത് സംഭവ്യമാണ്, അത് സംഭവ്യമാണ്. വലാ ഐന തമൂത്ത്, എവിടെ വെച്ചായിരിക്കും എന്റെ മരണമെന്നും നീ ചിന്തിക്കണ്ട, അതും സംഭവ്യമാണ്. ദുനിയാവിലെ ഏതെങ്കിലും ഒരു ഭൂമികയിൽ വെച്ച്, ഒരുപക്ഷെ ദിനേന നമ്മൾ പോകുന്ന ഏതെങ്കിലും വഴിയിൽ വെച്ച് തന്നെയാകാം. അതൊന്നും ആലോചിച്ച് നീ പ്രയാസപ്പെടണ്ട. നീ ആലോചിക്കേണ്ടത് എന്താണ് മോനെ? ലിഅന്ന ഹാദാ അംറുൻ ലാ യഹ്താജു ഇല സുആൽ, നീ ആലോചിക്കേണ്ടത് എന്താണ്? അംറുൻ മർഫൂഉൻ മിൻഹു വലാ ബുദ്ദ അൻ യകൂൻ, എത്ര കാലം ഇവിടെ ജീവിക്കുമെന്നല്ല, എവിടെ വെച്ച് മരിക്കുമെന്നല്ല, എപ്പ മരിക്കുമെന്നല്ല, പിന്നെയോ എന്താണ് എന്റെ ജീവിതത്തിന്റെ അവസ്ഥ, എന്ത് നേടാൻ കഴിഞ്ഞു ഞാൻ എന്നാണ് അവൻ ആലോചിക്കേണ്ടതെന്ന് പണ്ഡിതന്മാർ പറയുന്നു. 80 വയസ്സുവരെ ജീവിച്ചാലും 90 വയസ്സുവരെ ജീവിച്ചാലും ഇനി അതിന്റെ താഴെ ജീവിച്ചാലും ദുനിയാവിൽ എത്ര കാലം ജീവിച്ചാലും എന്തേ തോന്നുള്ളൂ അറിയങ്ങള്? അല്ലാഹ് എന്താ പറഞ്ഞറിയോ? സൂറത്തുൽ കഹ്ഫ് മറിച്ചു നോക്കിയാൽ കാണാം, അതുപോലെ 79-ാം അധ്യായം മറിച്ചു നോക്കിയാലൊക്കെ കാണാം. കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസു ഇല്ലാ അശിയ്യതൻ ഔ ളുഹാഹാ, വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ കഴിച്ചുകൂട്ടിയെന്ന് തോന്നുള്ളൂ. പ്രായം കൂടുന്തോറും ജീവിക്കാനുള്ള പൂതി കൂടും, പ്രായം കൂടുന്തോറും ജീവിക്കാനുള്ള പൂതി കൂടും. അതുകൊണ്ട് ഇന്നത്തെ ഖുത്ബ എന്തിനറിയോ? ഒറ്റ ഉത്തരം, നല്ലോണം ആലോചിച്ചോളെ. നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ എത്ര സമയം ചെലവഴിക്കുന്നു, ദുനിയാവിന് എത്ര ചെലവഴിക്കുന്നു എന്നാലോചിക്കുക. എങ്കിൽ തിരുത്താനുള്ള ഭാഗങ്ങളുണ്ട് എങ്കിൽ സമയം കളയാതെ തിരുത്തി മടങ്ങുക. ആലോചിക്കാൻ ഇനിയൊരു സമയം കിട്ടിക്കൊള്ളണമെന്നില്ല.
ദുനിയാവിന്റെ ഗ്യാരണ്ടി അത്രയുള്ളൂ. അള്ളാഹു ചിന്തിക്കുവാനും നന്മയിൽ മുന്നേറുവാനുമുള്ള തൗഫീഖും ഈമാനും നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. മഹാനായ ശൈഖ് ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്ന ഒന്ന് രണ്ട് വാക്കുകൾ എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചതുകൊണ്ട് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, എത്രയെത്ര പേരാണ് വാഹനമോടിച്ച് റോഡുകളിൽ ഇറങ്ങുന്നത്. ആളുകൾ അവരെ ചുമലിൽ വഹിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് കൊണ്ടുവരപ്പെടുന്നത്. രണ്ടാമതൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ഭാര്യയോട് ഭക്ഷണം തയ്യാറാക്കി വെക്കാൻ പറഞ്ഞ എത്രയെത്ര ആളുകളാണ് അത് കഴിക്കാൻ തൗഫീഖില്ലാതെ ചലനമറ്റ ശരീരമായി മയ്യത്തായി വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. മൂന്നാമത്, കുപ്പായം ധരിച്ച് ബട്ടണിട്ട നല്ല വിലപിടിപ്പുള്ള വസ്ത്രമൊക്കെ അണിഞ്ഞിറങ്ങിപ്പോയ ആളുകൾ എത്ര പേരാണ് ആ ബട്ടൺ പോലും അഴിക്കാൻ ആയുസ് കൊടുക്കാതെ തിരിച്ചു പോകുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ശ്രദ്ധേയനായ അഇമ്മത്തുൽ അർബഅയിൽപ്പെട്ട ശ്രദ്ധേയനായ മഹാമനീഷികയാണ് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ്. അദ്ദേഹം പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. തസവ്വദ് മിനത് തഖ്വാ ഫഇന്നക ലാ തദ്രീ ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. ഇമാം ശാഫി നല്ലൊരു കവി കൂടിയായിരുന്നു. അദ്ദേഹം പറയാണ്, തസവ്വദ് മിനത് തഖ്വാ, തഖ്വ നല്ലോണം അധികരിപ്പിച്ച് ജീവിച്ചോ. തഖ്വ നല്ലോണം അധികരിപ്പിച്ച് ജീവിച്ചുകൊള്ളുക. കാരണം എന്താ? ഫഇന്നക ലാ തദ്രി, നിനക്കറിഞ്ഞൂടാ. എന്തറിഞ്ഞൂടാ? ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി, ഒരു പ്രഭാതത്തിന്റെ കിരണങ്ങളിലേക്ക്, സൂര്യൻ അസ്തമയങ്ങളിലേക്ക് എത്തുമ്പോ നാളെയൊരു പ്രഭാതം വരെ ഈ ഭൂമിയുടെ തൊലിക്ക് പുറത്ത് നീ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ജീവിതത്തിന്റെ ലഹറിലേക്ക് എത്തിപ്പെട്ടവരുണ്ട്, ഉച്ചയിലേക്ക്, ജീവിതത്തിന്റെ വൈകുന്നേരങ്ങളിലേക്ക് എത്തിപ്പെട്ടവരുണ്ട്, ജീവിതത്തിന്റെ സായം സന്ധ്യകളിലേക്ക് എത്തിപ്പെട്ടവരുണ്ട്. പലർക്കും ഇപ്പോഴും ഒരു പുനരാലോചനക്ക് ഇടം നൽകാൻ അവർ സമയം കൊടുക്കുന്നില്ല എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. അവിടെയാണ് ഇമാം ശാഫിഈ നമ്മളോട് പറഞ്ഞത്, വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനം മിനദ് ദഹ്രി. എന്താണ് ഈ വരികളുടെ അർത്ഥം കൂട്ടരെ? ശ്രദ്ധേയമല്ലേ ആ പ്രയോഗം? വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ. എത്രയെത്ര കുഴപ്പമില്ലാത്ത യുവാക്കളാണ്, ആരോഗ്യ ദൃഢഗാത്രരാണ്, പെട്ടെന്ന് മരിച്ചു പോകുന്നത്. പറയപ്പെടാൻ മാത്രം കുഴപ്പങ്ങളൊന്നുമില്ലാത്ത എത്ര പേരാണ് ഒരു ആക്സിഡന്റ് സംഭവിച്ചു ഉണ്ടല്ലേ? കർണാടകയിലെ ഒരു ലോറി ഓടിച്ച് കേരളത്തിലേക്ക് വന്ന കോഴിക്കോട്ടുകാരനെ 10 ദിവസമായി 11ാം ദിവസത്തിലേക്ക് 120 ചില്ലാനം മണിക്കൂറായി ആ സഹോദരന് വേണ്ടി തെരച്ചിൽ നടക്കുകയാണ്. ഭൗതിക ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ജീവനോടെ തിരിച്ചു വരുമെന്നുള്ളത് നമുക്ക് ചിലപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു വരാം. പക്ഷേ ഇന്ന് വരെ ഈ ഖുത്ബ പറയുന്ന ഞാനും നിങ്ങളൊന്നും ജീവിതത്തിൽ കാണുകയോ അറിയുകയോ ചെയ്യാത്ത ആ യുവാവ് കുഴപ്പങ്ങളൊന്നുമില്ലാതെ തിരിച്ചു വരണമെന്ന് നമ്മളും ആഗ്രഹിക്കുകയാണ് അല്ലേ? അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അല്ലാഹു ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ദുരന്തങ്ങൾ ആ 30 വയസ്സുകാരനായ ആ സഹോദരനെ ആലോചിച്ചിട്ടുണ്ടാവോ? എന്റെ മരവണ്ടിയുമായി ഞാൻ പോരുമ്പോ എനിക്ക് ചായ കുടിക്കാനൊരു ചെറിയൊരു ടീ സ്റ്റോള് കാണുമ്പോ വണ്ടി സൈഡാക്കിയിട്ട് അവിടെ പോയൊരു ചായ കുടിച്ച് തിരിച്ചു വരുമ്പോഴേക്ക് എന്റെ മരണമെന്ന് പറയുന്ന മഹായാഥാർത്ഥ്യം ഇവിടെ കാത്തിരിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ആലോചിച്ചിട്ടുണ്ടാവോ? ഇതൊക്കെ വാർത്തകളൊക്കെ കേൾക്കുമ്പോഴും ഇങ്ങനെ മീഡിയയിൽ ഇതൊക്കെ നിറഞ്ഞിരിക്കുമ്പോഴും നമ്മളെന്താ ചിന്തിക്കണേ? ഞാനൊന്നും ആയിട്ടില്ല, പോകാനായിട്ടില്ല എന്നാ അല്ലേ? അവിടെയാണ് ഇമാം ശാഫി നമ്മളോട് പറഞ്ഞത്, വകം മിൻ സഖീമിൻ ആശ
ഹീനം മിനദ്ദഹ്രി. എത്ര രോഗികളാണ്, കുറെ കാലമായിട്ട് രോഗിയാണ്, പക്ഷെ ഓലിപ്പോഴും ഹയാത്തിലുണ്ട്. ഇമാം ഷാഫി അന്ന് പറഞ്ഞാണ്, മരുന്ന് കുടിച്ചോണ്ടേയിരിക്കുക കാലങ്ങളായിട്ട്, പക്ഷെ അൽഹംദുലില്ലാഹ് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്തല്ലോ, പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല വക്കം സാക്കിനിൻ ഇൻദ സ്വബാഹി ബിഖസ്രിഹി, കൊട്ടാരത്തിന്റെ സമുച്ചയങ്ങളെ പോലെയുള്ള വീടുകളിൽ അന്തി ഉറങ്ങുന്ന എത്രയെത്ര പേരാണ്. വഇൻദൽ മസാഇ ഖദ് കാന മിൻ സാക്കിനിൽ ഖബർ, ഖബറിൽ എന്ന് പറയുന്ന വീട്ടിലേക്ക് നീങ്ങിപ്പോകുന്നത്. അവിടെ നമുക്ക് വെളിച്ചം വേണ്ടേ? അവിടെ നമുക്ക് ഖബർ വിശാലാകണ്ടേ? അവിടെ നമുക്ക് മുൻകർ നക്കീറിന്റെ ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? സ്വർഗത്തിലെ വിരി കിട്ടണ്ടേ? സ്വർഗത്തിലെ സുഗന്ധം കിട്ടണ്ടേ? അമലുകൾ ഏറ്റവും നല്ല രൂപത്തിൽ വരണ്ടേ? ഇതാ പരീക്ഷാ ഹാളിലെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആലോചിക്കുക, അവിടെയാണ് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശുദ്ധ ഖുർആൻ ഒരൊറ്റ ആയത്ത് ഇതിന്റെ കൂടെ ചേർത്ത് വെച്ചിരുന്നത് ഖുതുബക്ക് ഞാൻ പരിസമാപ്തി കുറിക്കുകയാണ്. ഇതാണ് ആയത്തരങ്ങൾ. ചിലപ്പോൾ കുറെ ആൾക്കാർ കാണാതെ അറിയുന്ന ആയത്തായിരിക്കും. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ആയത്താണ്. വിശുദ്ധ ഖുർആൻ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസി വൃന്ദമേ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കണേ. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളെ വരാനിരിക്കുന്ന അനന്തമായ ലോകത്തിന് വേണ്ടി നിങ്ങളുടെ കരങ്ങളിൽ എന്തുണ്ട്, നിങ്ങളുടെ കൈകളിൽ എന്തുണ്ട്. വത്തഖുല്ലാഹ്, രണ്ട് സ്ഥലങ്ങളിലാണ് ആ ചെറിയ വചനത്തിൽ അല്ലാഹ് പറഞ്ഞത് വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കണം കേട്ടോ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന എല്ലാറ്റിനെ കുറിച്ചും റബ്ബ് അറിയുന്നുണ്ട്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ പറയാണ്, ഹാസിബു അൻഫുസക്കും ഖബല അൻ തുഹാസബു, സ്വന്തം ഒരു വിചാരണക്കൂട് ഉണ്ടാക്കുക ഒറ്റയ്ക്ക് ഇരുന്നിട്ട് മനസ്സിന്റെ ഉള്ളിലെ, അല്ലെങ്കിൽ നിങ്ങളെ തന്നെയാണ് കയറ്റി നിർത്തുക, ചോദിക്കുക ശരിയാണോ ഈ പോക്ക്. എല്ലാ രംഗവും ഒരു ദയാദാക്ഷിണ്യവുമില്ലാത്ത വിചാരണ. നമ്മളെ മനസ്സ് നമ്മോട് നുണ അറിയില്ല, നമ്മെക്കുറിച്ച് നമ്മളെ മനസ്സ് നമ്മോട് കള്ളം പറയില്ല. പരലോകത്തേക്കുള്ള പോക്കിൽ ഞാൻ ഓക്കെയാണ് നിങ്ങൾ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയികളാണ്, ഭാഗ്യവാന്മാരാണ്. അള്ളാഹു അവരിൽ നമ്മെ ചേർക്കുമാറാകട്ടെ. നാളെ പരലോകത്തൊരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറുവിഭാഗത്തെ നരകത്തിലേക്കും അള്ളാഹു തിരിച്ചുവിടുമ്പോൾ സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ കടന്നു പോകുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു സാധുക്കളായ പാപികളായ നമ്മെ കൂടി ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ വലിയ മഴക്കെടുതികളുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ മഈശത്തിന് വേണ്ടിയും അല്ലാതെയും റോഡുകളിലൂടെയും വിദൂര സ്ഥലങ്ങളിലേക്കുമൊക്കെ ഈ സമയത്തും യാത്ര ചെയ്ത് പോകുന്നവരാണ്. അള്ളാഹു എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭൂമിയുടെ തൊലിക്ക് പുറത്തേക്ക് പെയ്തിറക്കി തരുന്ന ഈ മഴയെ ഉപകാരപ്രദമായ മഴയാക്കി തരുമാറാകട്ടെ. എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും എല്ലാ കെടുതിയിൽ നിന്നും റഹ്മാനായ റബ്ബ് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ദുനിയാവിന്റെ ഏത് കോണിൽ വെച്ച് റഹ്മാനായ റബ്ബ് നമ്മിലേക്ക് വിധിക്കപ്പെട്ട മരണത്തെ നമ്മളിലേക്ക് സമ്മാനിച്ചാലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് സ്വർഗത്തിലെ മഖാദം കണ്ടു മരിക്കുന്ന മഹാവിജയികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എറണാകുളം ജില്ലയിലുള്ള നമ്മുടെ പ്രവർത്തകന്റെ മാതാവിന്റെ സഹോദരിക്ക് അതിശക്തമായ ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സയിലാണ്. പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ആ സഹോദരിയുടെ ശരീരത്തിലെ പ്രയാസങ്ങളെ ഷിഫാഉൻ ആജില നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ഷിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ കൂട്ടത്തിലും മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും എളുപ്പമുള്ള സന്തോഷകരമായ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم
وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.